എല്ലാവർക്കും എംപവറിംഗ് യു ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതിന് മുമ്പത്തെ വീഡിയോസ് കൂടി കണ്ട് ഇത് കാണുകയാണെങ്കിൽ ഇനിയും കൂടുതൽ പ്രയോജനകരമായിരിക്കും. ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു വിഷയത്തെപ്പറ്റി ഒന്ന് സംസാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. വിഷയം ഇതാണ്: ഇംഗ്ലീഷ് സുഗമമായി സംസാരിക്കാൻ ഗ്രാമർ ആവശ്യമുണ്ടോ? മിക്കവാറും ആൾക്കാർ ഡിസ്കസ് ചെയ്യുകയും അതേമാതിരി പറയുകയും ചെയ്യുന്നൊരു വിഷയമാണിത്. ഗ്രാമറിൻ്റെ ഒരു ആവശ്യവുമില്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ. എല്ലാം വെറുതെ പറയുന്നതാണ്. ഗ്രാമർ എന്തിനാണ്? എല്ലാവരും ഗ്രാമർ പഠിച്ചിട്ടാണോ സംസാരിക്കുന്നത്? ഈ വാദത്തോട് ഞാനും യോജിക്കുന്നു, 100% യോജിക്കുന്നു. പക്ഷേ ചില കാര്യങ്ങളുണ്ട്. നമ്പർ 1, ഒന്നുകിൽ നിങ്ങൾ ഇംഗ്ലണ്ടിൽ ജനിച്ചിരിക്കണം, അല്ലെങ്കിൽ അമേരിക്കയിൽ ജനിച്ചിരിക്കണം. നിങ്ങളുടെ പേരൻസ് ഇംഗ്ലീഷുകാരായിരിക്കണം. ചുറ്റുപാടുമുള്ളവരെല്ലാവരും സംസാരിക്കുന്നത് ഇംഗ്ലീഷായിരിക്കണം. എവിടെ നോക്കിയാലും ഇംഗ്ലീഷായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഒരാവശ്യവുമില്ല ഫ്ലുവൻ്റായി സംസാരിക്കാൻ. നമ്മൾ മലയാളികൾ, കേരളത്തുകാർ, നമ്മൾ മലയാളം സംസാരിക്കുന്നത് വ്യാകരണവും ഗ്രാമറും എല്ലാം പഠിച്ചിട്ടാണോ? അല്ല. നമ്മൾ ജനിച്ച് അന്ന് മുതൽ കേൾക്കുന്നതാണ് മലയാളം. ചുറ്റുപാടും എല്ലാവരും പറയുന്നു. നമ്മുടെ മാതാപിതാക്കൾ എന്ന് ഫസ്റ്റ് കേട്ട് പഠിച്ച് അങ്ങനെ നമ്മൾ മലയാളം വളരെ ഫ്ലുവൻ്റായി സംസാരിക്കുന്നു. അതിന് ഒരു ഗ്രാമറിൻ്റെയും ആവശ്യമില്ല. അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒന്നുകിൽ നിങ്ങൾ കേരളം വിട്ട് വിദേശത്ത് എവിടെയെങ്കിലും പുറം ദേശത്ത് എവിടെയെങ്കിലും പോകുന്നതായിരിക്കും. ഒന്ന് ബംഗാളിൽ പോകുന്നതായിരിക്കാം. ബംഗാളിൽ പോയി നിങ്ങളവിടെ ഒരു ഇൻറ്റീരിയർ സിറ്റിയാണ്. അവിടെ എല്ലാവരും സംസാരിക്കുന്നത് ബംഗാളിയാണ്. നിങ്ങളൊരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നു. 6 മാസം മതി, അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ബംഗാളി സംസാരിച്ചിരിക്കും. കാരണം നിങ്ങൾക്ക് വേറെ ഓപ്ഷനില്ല. അത് പഠിച്ചേ മതിയാവും. നിങ്ങളിപ്പോൾ അങ്ങനെ അവരോട് സംസാരിച്ച് അവർ പറയുന്നത് കേട്ട് അങ്ങനെ സംസാരിക്കാൻ പഠിക്കും. ഡൽഹിയിൽ പോകുന്നതെന്ന് വെച്ചോ, അവിടെ ഏതോ ഒരു ജോലി ചെയ്യുന്നു. അവിടെയും വലിയ ജോലിയല്ല, ചെറിയൊരു എന്തോ ജോലി ചെയ്യുന്നു. അവിടെ എല്ലാവരും ഹിന്ദിയാണ് സംസാരിക്കുന്നത്. വേറെ ഒരു ഓപ്ഷനും ഇല്ല. ആരും മലയാളീസ് അടുത്തൊന്നുമില്ല. നിങ്ങൾ വളരെ ഫ്ലുവൻ്റായി ഹിന്ദി സംസാരിക്കാൻ പഠിക്കും. അതേമാതിരി ദുബായിൽ പോകുന്നതെന്ന് വെച്ചോ, ദുബായിൽ പോകുന്ന സമയത്ത് അവിടെ വലിയൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. പക്ഷേ നിങ്ങൾക്ക് എഡ്യൂക്കേഷനൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു SSLC വരെ എഡ്യൂക്കേഷനുള്ളൂ. അവിടെ ഒരു ജോലി കിട്ടുന്നു, നല്ല ജോലി കിട്ടുന്നു. നല്ല ജോലി എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസ് അസിസ്റ്റൻറ്റ്, അറ്റൻഡർ, പ്യൂൺ എന്നൊക്കെ പറയാം. അങ്ങനെയുള്ളൊരു ജോലി. പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കാനൊന്നും അറിയില്ല. പോകുന്ന സമയത്ത് ഒന്നും അറിയില്ല, ഒന്നും സംസാരിക്കാനേ അറിയില്ല. പക്ഷേ അവിടെ നിങ്ങൾക്ക് വേറെ ഓപ്ഷനില്ല. ആ കമ്പനിയിൽ എല്ലാവരും സംസാരിക്കുന്നത് ഇംഗ്ലീഷാണ്. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒരു ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ ആ ലാംഗ്വേജിൽ തന്നെ പ്രാക്ടീസ്, അത് തന്നെ കണ്ടിന്യൂസ് പ്രാക്ടീസ് ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ഫാസ്റ്റായിട്ട് പഠിക്കും. പക്ഷേ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മൾ കേരളത്തിലുള്ള മലയാളീസ്, അല്ലെങ്കിൽ പുറത്ത് പോയി ഒക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ, അതേമാതിരി വീട്ടമ്മമാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവർ എല്ലാവരെയും കോണ്ടാക്റ്റ് ചെയ്യുന്നത് മലയാളികളെയാണ്. എല്ലാവരുമായിട്ട് സംസാരിക്കുന്നതും ഇടപഴകുന്നതും എല്ലാം മലയാളം. ഒരു ഓപ്ഷനും ഇല്ല. ഇംഗ്ലീഷ് സംസാരിക്കാൻ എവിടെയും ഓപ്ഷൻസ് ഇല്ല. അങ്ങനെയുള്ളപ്പോൾ അവർക്ക് ഗ്രാമറിൻ്റെ സഹായം കൂടിയേ തീരൂ. പിന്നെ എങ്ങനെ പഠിക്കാനാണ്? ഇംഗ്ലീഷ് എങ്ങനെ മനസ്സിലാക്കാനാണ്? പിന്നെ സ്വന്തമായി പഠിക്കുന്ന ആൾക്കാർ സ്വന്തമായി പഠിച്ച്, അതാണ് എംപവറിംഗ് യു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വന്തമായി പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെ മുന്നോട്ട് വരാൻ ട്രൈ ചെയ്യുക. ആ ഉദ്ദേശത്തിനാണ് ഗ്രാമർ കൂടി കുറച്ച്, എല്ലാ ഗ്രാമറും അല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാമർ, ബേസിക് ഗ്രാമർ ആദ്യം ഒന്ന് പറഞ്ഞു തരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇനിയും ഒന്ന്, നിങ്ങൾ ഏതോ ഒരു പുറം ദേശത്ത് ജോലിക്ക് പോകുന്നതല്ല, സപ്പോസ് ചിലപ്പോൾ വീട്ടമ്മമാർ, ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെയൊക്കെ പോയി, ഹസ്ബൻഡ് വന്നിട്ട് എന്തോ ജോലിയുടെ കാര്യത്തിൽ ടൂറിലാണ്. ആ സമയത്ത് നിങ്ങൾ പുറത്ത് പോകുന്ന സമയത്ത് ഒരു പിക്ക് പോക്കറ്റായി. നിങ്ങൾ ഉടനടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. നിങ്ങൾക്ക് ലാംഗ്വേജ് ഇംഗ്ലീഷൊന്നും അറിയില്ല, തട്ടിമുട്ടി ഹിന്ദിയൊക്കെ സംസാരിക്കും. പക്ഷെ അവിടെ പോയി എങ്ങനെയോ
പിക്ക് പോക്കറ്റ്, തീഫ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പോലീസുകാർക്ക് മനസ്സിലായി. അവർ പറഞ്ഞു ശരി, ഒരു കംപ്ലയിൻറ്റ് എഴുതി തന്നിട്ട് പോകാമെന്ന് പറയും. ഏത് ലാംഗ്വേജിൽ എഴുതും? മലയാളം എഴുതിയാൽ അവിടെ അവർക്ക് മനസ്സിലാകുമോ? ഇല്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 2 വാചകം ഇംഗ്ലീഷിൽ എഴുതണ്ടിക്കൽ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ പറയാൻ ചിലപ്പോൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അങ്ങ് മനസ്സിലാകും കേൾക്കുന്ന ആൾക്ക്. പക്ഷെ എഴുതിയാൽ അത് കുറച്ച് കറക്റ്റായി എഴുതിയാൽ മാത്രമേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എഴുത്ത് ഭാഷയിൽ നമ്മൾ എന്ത് ചെയ്യാലും കുറച്ച് ഗ്രാമർ മനസ്സിലാക്കിയിരിക്കണം. വളരെ ഈസിയാണ്. നിങ്ങളൊരു ബാങ്കിൽ പോകുന്നതായിരിക്കും. ബാങ്കിൽ പോയ സമയത്ത് എന്തിനാണ് പോകുന്നത്? നിങ്ങളുടെ പാസ്ബുക്ക്, ATM കാർഡ് എല്ലാം കളഞ്ഞു പോയി. അപ്പോൾ ബാങ്കിൽ പോയ സമയത്ത് അവർ പറഞ്ഞു ശരി, ഒരു റിക്വസ്റ്റ് ലെറ്റർ എഴുതിത്താം. അതിനുപകരിക്കും. നിങ്ങളൊരു സ്കൂളിൽ പോയി അല്ലെങ്കിൽ ഒരു കോളേജിൽ പോയി, പ്രിൻസിപ്പലിനെ കണ്ട് നിങ്ങളുടെ എന്തോ ഒരു റിക്വസ്റ്റ് നിങ്ങൾ ചെയ്തു. ശരി, നമുക്ക് നോക്കാം, ഒരു റിക്വസ്റ്റ് ലെറ്റർ എഴുതിയിട്ട് തന്നിട്ട് പോകാമെന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ എൻ്റെ ക്ലാസ്സുകൾ വളരെയധികം ഉപകരിക്കുന്നതാണ്. ഇനിയും ഒരു കാര്യം കൂടെ പറയാം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ്. അത് ഒരു മലയാളി, അയാളൊരു ടെക്നീഷ്യനാണ്. ആ ടെക്നീഷ്യന് നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടുന്നു. കുറച്ച് വർഷങ്ങൾ ജോലി ചെയ്തപ്പോൾ അയാളുടെ മികവ് കണ്ട് കമ്പനി വിചാരിച്ച് ഇയാളെ വിട്ടാൽ ശരിയാവത്തില്ല, ഇയാൾക്ക് നല്ലൊരു പ്രൊമോഷൻ കൊടുക്കണമെന്ന് വിചാരിച്ച് ഒരു നല്ല പ്രൊമോഷൻ കൊടുക്കുന്നു, പ്രൊജക്റ്റിൻ്റെ ഹെഡായിട്ട്. കാരണം എന്താ? അയാൾ എത്രയും അയാളുടെ ടെക്നിക്കൽ ഫീൽഡിൽ അയാൾ നമ്പർ 1 ആണ്. അതാണ് കാരണം. അപ്പോൾ അയാളുടെ കീഴിലുള്ള ഒരുപാട് ജോലിക്കാർ, നല്ല എഡ്യൂക്കേഷനൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഇതിൻ്റെ ഒരുപാട് എഴുത്തുകുത്തുകളൊക്കെ നടത്തണം, ഇമെയിലുകൾ അയക്കണം, അതേമാതിരി വാട്സപ്പ് ചെയ്യണം. അപ്പോൾ ലാംഗ്വേജ് പ്രശ്നമാണ്. ഇങ്ങനെയുള്ള ലാംഗ്വേജ് പ്രശ്നം വരുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ എളുപ്പമാണ്. ആ കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പോട്ടുള്ള ക്ലാസ്സുകളിൽ എങ്ങനെയാണ് ലെറ്ററുകൾ എഴുതേണ്ടത് എല്ലാം വിശദീകരിക്കുന്നതാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഐ ഇൻഫോം, ഐ ആം ഇൻഫോംഡ്, ഐ ഇൻഫോംഡ്, ഐ വാസ് ഇൻഫോംഡ്. ഇതാണ് ഐ ഇൻഫോം എന്ന് പറഞ്ഞാൽ ഞാൻ അറിയിക്കുന്നു എന്നാണ് മലയാളം. അതായത് ഐ ഇൻഫോം ടു സംബഡി, ഐ ഇൻഫോം ടു യു ആവാം, ഐ ഇൻഫോം ടു ഹിം ആവാം, ഐ ഇൻഫോം ടു ദം ആവാം. ആരെയോ അതാണ് ഇതിൻ്റെ മീനിങ്, ഞാൻ ആരെയോ അറിയിക്കുന്നു എന്ന്. പക്ഷെ ഐ ആം ഇൻഫോംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം ഇൻഫോംഡ് ബൈ സംബഡിയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യം പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇത്. അവർ എന്നെ അറിയിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഐ ആം ഇൻഫോംഡ് ബൈ ദം, ഐ ആം ഇൻഫോംഡ് ബൈ മാനേജ്മെൻറ്റ്, ഐ ആം ഇൻഫോംഡ് ബൈ MD, ഐ ആം ഇൻഫോംഡ് ബൈ മൈ MD. അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഞാൻ അറിയിക്കപ്പെടുന്നു, അവരാൽ അറിയിക്കപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം മലയാളത്തിൽ ഈക്വലായിട്ട് വരുന്നത്. പിന്നെ ഇവിടെ നോക്കാം, ഐ ഇൻഫോംഡ്. ഐ ഇൻഫോംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിയിച്ചു എന്നാണ്. ഞാൻ ഒരാളെ അറിയിച്ചു. ഐ ഇൻഫോം ടു യു, ഐ ഇൻഫോം ടു ദം. അങ്ങനെ. ഐ വാസ് ഇൻഫോംഡ് എന്ന് പറഞ്ഞാൽ ഐ വാസ് ഇൻഫോംഡ് ബൈ സംബഡി, വേറെ ആരോ എന്നെ അറിയിച്ചു. അതാണ്. ഇത് രണ്ടാണ്. അവർ എന്നെ അറിയിച്ചു എന്നും ഞാൻ അവരെ അറിയിക്കുന്നു എന്ന് പറയുന്നതും അവരെന്നെ അറിയിക്കുന്നു എന്ന് പറയുന്നതും രണ്ടും ഡിഫറൻ്റ് ആണല്ലോ. ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ചെറുതായിട്ടൊരു ഗ്രാമർ മനസ്സിലാക്കണം. മനസ്സിലാക്കിയാലേ പറ്റൂ. അത് ഞാൻ മുമ്പോട്ടുള്ള ക്ലാസ്സുകളിൽ വിശദീകരിക്കുന്നതായിരിക്കും. ഇവിടെ ഞാനൊരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സുകളിലേക്ക് കടക്കാം. ഇന്നത്തെ എ ഫോർമുല ടു ലേൺ ഇംഗ്ലീഷ് ത്രൂ മലയാളം. ഇംഗ്ലീഷ് സുഗമമായി സംസാരിക്കാൻ മലയാളത്തിലൊരു ഫോർമുല. ഇന്ന് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്രസൻറ്റ് ടെൻസിൽ ഒരു കാര്യം, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കാര്യം, നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യം, അത് പ്രസൻ്റ് ആണെങ്കിൽ കൂടി
നടന്നിട്ടുണ്ട്, പിന്നെ അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്, അങ്ങനെയുള്ള മനസ്സിലാവും നിങ്ങൾക്ക്. ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാഫ് ബീന്. പിന്നെ വെർബിൻ്റെ ആദ്യ ഫോം V1, അതിൻ്റെ കൂടെ ING. എക്സാമ്പിൾ ഞാനൊരു വർക്ക് എന്നുള്ള വെർബാണ് എടുത്തിരിക്കുന്നത്. വർക്കിൻ്റെ വർക്ക്ഡ് വരും. വർക്ക്ഡ് V1 V2 V3, അത് വർക്ക്ഡ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദുബായ്. ഞാൻ ദുബായിൽ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞാനാണെങ്കിൽ, അത് ഒരു പ്ലൂറലാണെങ്കിൽ. അതൊരു സിംഗുലറിലാണെങ്കിൽ ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദുബായ്. ഇനി അവരാണെങ്കിൽ ദേ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദുബായ്. നമ്മളാണെങ്കിൽ വി ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദുബായ്. ഇനിയൊരു എക്സാമ്പിൾ, ഐ ഹാവ് ബീൻ വർക്കിംഗ് അറ്റ് ടാറ്റ മോട്ടോഴ്സ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് അറ്റ് ടാറ്റ മോട്ടോഴ്സ്. ശ്രദ്ധിക്കണേ, അറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. ആദ്യം മേലെ ഇൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇൻ ദുബായ്. ഇവിടെ അറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണെന്ന് ഞാൻ പറയാം. ഞാൻ ടാറ്റ മോട്ടോഴ്സിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഒന്ന് നോക്കൂ, അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യം പറഞ്ഞത് ഒരു പ്രത്യേക ഒരു സ്ഥലം, ഒരു സ്ഥലത്തിനെ പറ്റി സൂചിപ്പിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ദുബായ് എന്നാണ് പറഞ്ഞത്, പർട്ടിക്കുലർ പ്ലേസ്. അപ്പോൾ നമ്മളവിടെ അറ്റ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ, ഞാൻ പറഞ്ഞുപോയി, നമ്മളൊരു സ്ഥലത്ത് ആണ് പറയുന്നതെങ്കിൽ അവിടെ ഇൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദുബായ്. നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ പറയേണ്ടത് ഐ ഹാവ് ബീൻ വർക്കിംഗ് അറ്റ് ടാറ്റ മോട്ടോഴ്സ്. ഒരു എക്സാമ്പിൾ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നോക്കൂ, സെൻറ്റൻസ്, ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദുബായ് ഫോർ ദ പാസ്റ്റ് 10 years. ഞാൻ കഴിഞ്ഞ 10 വർഷമായി ദുബായിൽ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായിട്ട്. അത് കഴിഞ്ഞ 10 വർഷമായിട്ട് എത്രയാണ് കറക്റ്റായിട്ട് പറയുന്നില്ല, 10 വർഷം എന്നേ പറയുന്നില്ല, എത്ര തീയതി, ആ ഡേറ്റുകൾ കറക്റ്റായി പറയുന്നില്ല. അതുകൊണ്ട് ഫോർ ദ പാസ്റ്റ് 10 years എന്ന് പറയും. അവിടെ ഫോർ എന്ന് ഉപയോഗിക്കുന്നു. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദുബായ് ഫോർ ദ പാസ്റ്റ് 10 years എന്ന് ഉപയോഗിച്ചു. ഞാൻ കഴിഞ്ഞ 10 വർഷമായി ദുബായിൽ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇനി ഇത് തന്നെ ഇനിയൊരു തരത്തിൽ പറയാം, നോക്കിക്കോളൂ. ഐ ഹാവ് ബീൻ വർക്കിംഗ് അറ്റ് കേസർ മോട്ടോഴ്സ് കമ്പനി ഫോർ ദ ലാസ്റ്റ് 5 years. അവിടെയും ഫോർ തന്നെ ഉപയോഗിച്ചത്, പക്ഷേ അറ്റ്. ഐ ഹാവ് ബീൻ വർക്കിംഗ് അറ്റ് കമ്പനിയുടെ പേര്. ദേ ഹാവ് ബീൻ വരാം, അതേമാതിരി ഷീ ഹാസ് ബീൻ എന്ന് വരാം, ഹി ഹാസ് ബീൻ എന്ന് വരാം, മനോജ് ഹാസ് ബീൻ എന്ന് വരാം. ഇപ്പോൾ ഇതൊക്കെ വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ കഴിഞ്ഞ 5 വർഷമായി ദുബായിലെ കേസർ മോട്ടോഴ്സ് കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയൊന്ന് നോക്കൂ, ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദുബായ് സിൻസ് 2020. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദുബായ് സിൻസ് 2020. അതിൻ്റെ നോക്ക്, ഞാൻ 2020 മുതൽ ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവിടെ ഒരു സമയം കറക്റ്റായി പറയുന്നുണ്ട്, 2020 മുതലാണ് അല്ലേ. അപ്പോൾ നമ്മൾ മുതൽ എന്ന് വരുമല്ലോ, അതിനാണ് സിൻസ് ഉപയോഗിക്കുന്നത്. നമ്മൾ കുറേ കാലമായി എന്ന് പറയുന്നതിന് ഫോർ ആണ് ഉപയോഗിക്കേണ്ടത്. ഈ ഫോറും സിൻസുമാണ് ഈ ഐ ഹാവ് ബീൻ ഈ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കേണ്ടത്. ഫോറും സിൻസും അതൊന്ന് അറിഞ്ഞിരിക്കണം. ഫോർന്ന് ഒരു പർട്ടിക്കുലർ ഫോർ ദ ലാസ്റ്റ് സം ഇയേഴ്സ്, ഫോർ ദ ലാസ്റ്റ് വീക്ക്, അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ഫോർ ഉപയോഗിക്കണം. എല്ലാം ഒരു പ്രത്യേക ഒരു വർഷം, ഇപ്പോൾ 2020 എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു സാറ്റർഡേ, അല്ല ഒരു മന്ത്, ജാനുവരി, അങ്ങനെയൊക്കെ പറയുമ്പോൾ സിൻസ് എന്നാണ് പറയുക. ജാനുവരി മുതൽ, സൺഡേ മുതൽ, അങ്ങനെയൊക്കെ വരുമ്പോൾ സിൻസ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇനി മുമ്പോട്ട് പോകുമ്പോൾ എല്ലാം മനസ്സിലാവും. ഇനിയൊന്ന് ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. ഐ ഹാവ് ബീൻ വർക്കിംഗ് അറ്റ് ദുബായ് എയർപോർട്ട്. ഇവിടെ ദുബായ് എന്നുള്ള പ്ലേസിനെയല്ല കാണിക്കുന്നത്, ദുബായ് എയർപോർട്ട് എന്നാണ് പറയുന്നത്. ദുബായ് എയർപോർട്ടിൽ ജോലി ചെയ്യുവാണ്. സോ ഐ ഹാവ് ബീൻ വർക്കിംഗ് അറ്റ് ദുബായ് എയർപോർട്ട്, അവിടെ അറ്റ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. മീന ഹാസ് ബീൻ വർക്കിംഗ് അറ്റ് ദുബായ് എയർപോർട്ട്. ഞാൻ ദുബായ് എയർപോർട്ടിൽ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ മീന ദുബായ് എയർപോർട്ടിൽ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ കറക്റ്റായി മനസ്സിലായല്ലോ.
ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. നിങ്ങളോ ഹാവ് യു ബീൻ വർക്കിംഗ് ഇൻ ദുബായ് ഫോർ മെനി ഇയേഴ്സ്? നിങ്ങൾ കുറേ വർഷങ്ങളായി ദുബായിൽ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണോ? നിങ്ങൾ കുറേ വർഷങ്ങളായി ദുബായിൽ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണോ? ഈ ഒരു ടെൻസിൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാത്രമല്ല, നമുക്ക് പല വിധത്തിലും ചോദിക്കാം. ഇതിൻ്റെ എക്സ്പ്ലെയിൻ, ഇതിൻ്റെ യഥാർത്ഥ സമാനമായിട്ട് അത് ഒരു ഈക്വലായിട്ട് വരുന്ന സെൻറ്റൻസ് മലയാളത്തിൽ എങ്ങനെ വരാം എന്നിവിടെ പറയുകയാണ്. ഹാവ് യു ബീൻ വർക്കിംഗ് ഇൻ ദിസ് കമ്പനി സിൻസ് January? Have you been working in this company since January? Have you been working in this company since January? ഓക്കെ, നിങ്ങൾ ജനുവരി മുതൽ ഈ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ ജനുവരി മുതൽ ഈ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ ആണ്. ഇനി അടുത്തത്, I have not been working for the last 2 years. I have not been working for the last 2 years. അങ്ങനെ കേട്ടോ. I have been not working for the last 2 years. ഞാൻ കഴിഞ്ഞ 2 വർഷമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. I have not been working for the last 2 years. I have not been working for the last 2 years. അല്ലെങ്കിൽ She has not been working for the last 2 years. അങ്ങനെയും പറയാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു സെൻറ്റൻസ് കൂടിയുണ്ട്. ഹാവ് യു നോട്ട് ബീൻ വർക്കിംഗ് സിൻസ് ഏപ്രിൽ? നിങ്ങൾ ഏപ്രിൽ മുതൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? ഹാവ് യു നോട്ട് ബീൻ വർക്കിംഗ് സിൻസ് ഏപ്രിൽ. അത് ഷീ ആണെങ്കിൽ എന്താണ്? ഷീ ഹാസ് നോട്ട് ബീൻ വരും. വി ആണെങ്കിൽ വി വരത്തില്ല, ഹാവ് യു എന്നേ വരത്തുള്ളൂ. ഹാവ് ദേ വരും, ഹാവ് ദേ നോട്ട് ബീൻ അങ്ങനെ വരും. ഇനി വെർബ് ഫോംസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 വെർബ് ഫോംസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. ഒന്ന് ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ. വെർബ് 1, വെർബ് 2, വെർബ് 3. അതായത് പ്രസൻറ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ. fall, fell, fallen. find, found, അല്ല feel, felt, find, found. forget, forgot, forgotten. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ മാതിരി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് മാത്രമേ ഇതിനൊരു വഴിയുള്ളൂ. ഇല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കാൻ കഴിയുമെങ്കിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇല്ല സ്വന്തം മിററിൽ നോക്കി പ്രാക്ടീസ് ചെയ്യുക. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ അടുത്തൊക്കെ സംസാരിക്കുക. കുട്ടികൾക്ക് ട്യൂഷനോ എന്തെങ്കിലും ഇംഗ്ലീഷ് ട്യൂഷൻ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അത് നോക്കുക ബുക്ക് എടുത്തിട്ട്. അപ്പോൾ ട്യൂഷൻ പറഞ്ഞു കൊടുക്കാനൊന്ന് ട്രൈ ചെയ്യുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ച് ഇമ്പ്രൂവ് ആകും. അറിയുന്ന കാര്യങ്ങൾ ട്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ ഈ ക്ലാസ്സുകളും കൂടെ നോക്കിക്കൊണ്ട് ട്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ ട്രൈ ചെയ്യുക. പിന്നെ കുട്ടികൾക്കൊക്കെ ഉപകാരപ്പെടുമെങ്കിൽ കുട്ടികൾക്കൊക്കെ വീഡിയോ കാണിച്ചു കൊടുക്കുക. ആരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേമാതിരി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒരു പുതിയ വീഡിയോയുമായി അടുത്ത് തന്നെ നമുക്ക് വീണ്ടും കാണാം.